നമസ്കാരം. പുസ്തകോവ്സ്കിയുടെ സ്ഥിരം ഫോർമാറ്റിലുള്ള ഒരു പരിപാടിയല്ല ഇത്. സാഹിത്യവാര ഫലത്തിൽ എം കൃഷ്ണൻ നായർ സാറ് ഒരു സെഗ്മെൻറ്റ് ചെയ്തിരുന്നു, ചോദ്യം ഉത്തരം എന്ന് പറഞ്ഞ്. അത് പുള്ളിക്കാരൻ കൈകാര്യം ചെയ്തിരുന്നത് മനഃപൂർവ്വം ചിലർക്കിട്ടൊക്കെ ചില തട്ടും മുട്ടും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ കൊട്ടുന്നുമില്ല, തട്ടുന്നുമില്ല, കൊട്ടുപടി എടുക്കുന്നുമില്ല. ഇത് ജസ്റ്റ് ചോദ്യം, ജസ്റ്റ് ഉത്തരം. വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? അത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പക്ഷേ അതൊരു കൊടുക്കുന്ന ചോദ്യമാണ്. ഉത്തരം പറയാനായിട്ട് വലിയ പ്രയാസമാണ്. ഒരാൾക്ക് 10 മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് മകനോടാണ് മകളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാനായിട്ട് പറ്റത്തില്ല. അത് മാത്രമല്ല ഈ കേസിലെ ഒരു പ്രശ്നമേ, ഞാൻ മലയാള ഭാഷയിലെ വാക്കുകൾ കൊണ്ട് മാത്രം അരിക്കാശ് സമ്പാദിച്ച ഒരാളാണ്. വാക്കുകൊണ്ട് മാത്രമേ എനിക്ക് ഒരു 1/2 കിലോ അരിയെങ്കിലും മേടിക്കാനായിട്ടുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. വേറൊരു വരുമാന മാർഗവും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ വരുമാന മാർഗത്തിലെ ആ വരുമാനം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ശതമാനം ഞാൻ ചിലവഴിച്ചത് പുസ്തകങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കള്ളു കുടിക്കാനും കുറേ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുടക്കിയ ഒരു മുതലുണ്ടായിരുന്നെങ്കിൽ എറണാകുളം നഗരത്തിലൊരു ഫ്ലാറ്റ് മേടിക്കുകയോ അല്ലെങ്കിൽ ഇത്തിരി സ്ഥലം മേടിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ 5 സെൻറ്റ് സ്ഥലം പോലും മേടിക്കാത്ത ഒരാളാണ്. അപ്പോൾ അത്രയും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഈ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൂട്ടിയ പുസ്തകത്തിൽ നിന്ന് ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. പിന്നെ അന്നേരം തോന്നുന്ന, പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്ന ഒരു സംഗതി എടുത്തുകൊണ്ട് വരാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം അങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന വളരെ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റുള്ള ഒരു പുസ്തകം മനസ്സിലിങ്ങനെ പെട്ടെന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. കെ.എൻ. ഷാജി എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ ജോൺ അബ്രഹാം എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മേടിച്ച ഒരു പുസ്തകമാണ്. ഇതെനിക്ക് ബൈബിള് പോലെ ഞാൻ സൂക്ഷിക്കുന്ന, ഒരുപാട് പേരെ കൊണ്ട് ഞാനിത് വായിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു പുസ്തകത്തിൻ്റെ കാര്യമായിരിക്കും പറയുന്നത്. എങ്കിലും ഇതിനോടുള്ള പ്രിയം ഒരിക്കലും അവസാനിക്കില്ല. ഇത് നെഞ്ചോട് ഞാൻ ചേർത്ത് പിടിക്കുന്നൊരു പുസ്തകം തന്നെയാണ്. എങ്ങനെയാണ് ജോൺ അബ്രഹാം ഇത്ര പ്രിയപ്പെട്ട ഒരാളായത്? ഈ ജോൺ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ജോൺ അബ്രഹാം മരിച്ചത് ഒരു മെയ് 31-നാണ്. ഞാൻ ജനിച്ചതും ഒരു മെയ് 31-നാണ്. അയ്യപ്പൻ്റെ ഒരു കവിത പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്, നിൻ്റെ തൊട്ടിലും അമ്മയുടെ ശവപ്പെട്ടിയും ഒരേ മരത്തിൻ്റെതായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കാൽപ്പനികമായിട്ട് ഇങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ. വായനയിലൂടെ ഞാൻ പരിചയപ്പെട്ട ഒരു ജോൺ അബ്രഹാം ഉണ്ട്. ആ ജോൺ അബ്രഹാമിനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു കാലത്ത് വളരെ ആൽക്കഹോളിക്കായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അത്തരത്തിൽ ആൽക്കഹോളിക്കായിട്ടുള്ള ഒരു മനുഷ്യനോട് തോന്നുന്ന ഒരു ആരാധന അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് കള്ളുകൂടിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കാര്യം എന്നൊക്കെയായിരുന്നു. അതൊരു തെറ്റായിട്ടുള്ള ധാരണയായിരുന്നു. അപ്പോൾ അതിനോടുള്ള ഒരു ഇഷ്ടവും, അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനോടുള്ള ഇഷ്ടവും അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഈ ക്രമം തെറ്റി ജീവിക്കുന്ന ആൾക്കാരോട് പണ്ട് മുതലേ എനിക്കൊരു ആരാധനയും ഇഷ്ടവും പ്രേമവും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഞാനങ്ങനെ കണ്ട ഏറ്റവും ആദ്യമായിട്ട് കണ്ട ഒരു മനുഷ്യൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ജീവിത രീതിയിൽ പോകുന്ന മനുഷ്യരിൽ നിന്ന് വിഭിന്നമായിട്ട് പോകുന്ന മനുഷ്യരോടുള്ള ഒരു താല്പര്യവും, പിന്നെ കേട്ടറിഞ്ഞ, പിന്നെ അദ്ദേഹത്തിൻ്റെ തമാശകൾ, ഹ്യൂമർ സെൻസ്, അതേപോലെ അരാജകമായിട്ടുള്ള ആ ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടുള്ള വളരെ സംഭവബഹുലമായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഓരോരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവ മണ്ഡലങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനോട്, ഒരു അനാർക്കിസ്റ്റിനോട് തോന്നുന്ന ആദരവോ സ്നേഹമോ ഒക്കെ ആയിരിക്കാം ഈ ജോൺ അബ്രഹാം എന്ന് പറയുന്ന ആ കൾട്ട് ഫിഗറിലേക്ക് എന്നെ അടുപ്പിച്ചത്. ഈ പുസ്തകം അവൈലബിൾ ആണോ? ഈ പുസ്തകം ഇതേ കവറോട് കൂടി ലഭ്യമല്ല, പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റ് അതേപടി ലഭ്യമാണ്. ഇതിനകത്തുള്ള ചിത്രങ്ങളും സ്കെച്ചുകളും ലേഖനങ്ങളും കവിതകളും ജോൺ തമാശകളും ഒക്കെ നമുക്ക് അതേപടി ലഭ്യമാണ്. കവർ മാത്രം, മുൻകവറും പിൻകവറും മാത്രം വ്യത്യാസമുണ്ട്. കുറേ കാലം ഈ പുസ്തകം കിട്ടാനില്ലായിരുന്നു. അതൊരു വലിയ സങ്കടമായിരുന്നു. ഇപ്പോൾ മാതൃഭൂമി ബുക്സ് ആ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ആ പുസ്തകം ഞാനിന്ന് കാട്ടിത്തരാം. ഇതാണ് മാതൃഭൂമി പുറത്തിറക്കിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ കവറ്. ഇത് ബാക്കിയെല്ലാം ഈ പഴയ കെ.എൻ. ഷാജിയുടെ ഈ പുസ്തകത്തിൻ്റെ, നിയോഗം ബുക്സിൻ്റെ ആ പ്രൊഡക്ഷൻ്റെ എല്ലാവിധ പ്രത്യേകതകളും നമുക്ക് ഈ പുസ്തകത്തിൽ കിട്ടും. ഇത്
മാതൃഭൂമി പുറത്തിറക്കിയിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. സർ, ഇതല്ലാതെ ജോൺ അബ്രഹാമിനെ കുറിച്ച് വേറെ പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ജോണിനെ പറ്റിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ജോണിനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയൊരു പുസ്തകമാണ്. അത് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഒരു പുസ്തകം തന്നെയാണ്. മോട്ടോർ സൈക്കിൾ ഡയറീസ് ജോണിനൊപ്പം എന്ന് പറഞ്ഞ് പ്രൊഫസർ ശോഭീന്ദ്രൻ എഴുതിയൊരു പുസ്തകമാണ്. ഈ ശോഭീന്ദ്രൻ മാഷ് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഈ പുസ്തകത്തിൽ ജോൺ അബ്രഹാമിൻ്റെ അക്രമങ്ങൾ, അതിക്രമങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ രണ്ട് മനുഷ്യർ, നമ്മൾ ഈ കവറിൽ കാണുന്ന രണ്ട് മനുഷ്യർ നോർത്ത് പോളും സൗത്ത് പോളും പോലെയുള്ള മനുഷ്യരായിരുന്നു. ശോഭീന്ദ്രൻ മാഷ് ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഈ പരിസ്ഥിതി ബോധം ഒരുപാട് വിദ്യാർത്ഥികളിൽ പരത്തിയിരുന്ന വളരെ ജെന്റിൽമാനായിട്ടുള്ള, വളരെ മിതഭാഷിയായിട്ടുള്ള, സ്നേഹത്തിൻ്റെ ഒരു സ്വരൂപമായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. ജോണാണെങ്കിൽ കയോസിൻ്റെ, അരാജകവാദത്തിൻ്റെ ഒക്കെ അപ്പോസ്തലൻ എന്ന് പറയാവുന്ന ഒരാൾ. ഈ ജോണിനെ സംബന്ധിക്കുന്ന ഒരുപാട് തമാശകൾ നമ്മൾ ഈ പറഞ്ഞ ഈ ജോൺ അബ്രഹാം പുസ്തകത്തിനകത്തൊക്കെ ജോണിനെ സംബന്ധിക്കുന്ന ഒരുപാട് തമാശകളുണ്ട്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തമാശയുണ്ട്. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്ന പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടൂർ ഭാസിയെ ഒരു തെങ്ങിൽ കയറ്റി ഇരുത്തിയിരിക്കുക. ഇപ്പോൾ ചെറിയ കുടവേറൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അത് കയറാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ജോണിനെ പേടിച്ചിട്ട് അദ്ദേഹം അതിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ജോൺ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നീങ്ങുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോണിനെ കാണുന്നില്ല. അപ്പോൾ ജോൺ അബ്രഹാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തെങ്ങിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തെറി കിട്ടുമോ എന്നുള്ളത് പേടിച്ചിട്ട് അടൂർ ഭാസി പൊത്തിപ്പിടിച്ച് തെങ്ങിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു കള്ള് ഷാപ്പിൽ നിന്ന് പാസ് ഔട്ടായ പരുവത്തിലാണ് ജോൺ അബ്രഹാമിനെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നാഗമ്പടത്ത് ഒരു വലിയ സുവിശേഷ പ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ പ്രസംഗിച്ചിരുന്ന ആൾ യേശു വെള്ളത്തിന് മീതെ നടന്ന അത്ഭുതത്തെക്കുറിച്ച് പറയുന്നു. ജോൺ അതിന് കൊടുത്ത കൗണ്ടർ ഇതാണ്: അത് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ 24 hours വെള്ളപ്പുറത്ത് നടക്കുന്ന ആളാണ് എന്നുള്ളതാണ്. അതേപോലെ അദ്ദേഹം കോമ്രേഡ് എന്ന് പറയുന്ന ഒരു വിപ്ലവ ചിന്തയുള്ള ആൾക്കാർ നടത്തുന്ന ഒരു മാസികയുടെ ഓഫീസിൽ കയറിയിട്ട് ചോദിക്കുന്നു, നിങ്ങൾ വിപ്ലവം നടത്താനായിട്ടുള്ള ഒരുക്കത്തിലല്ലേ? അതെ. നിങ്ങൾ കേരളത്തിൽ ഒരു 40% ആൾക്കാരെ വിപ്ലവത്തിന് സജ്ജരാക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ ഏറ്റു. അപ്പോൾ അതെങ്ങനെയെന്ന് അത്ഭുതത്തോടെ അവർ ചോദിക്കുന്നു. ബാക്കി 60% മദ്യപാനികളാണ്, അവരുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് ജോൺ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് ജോൺ ഫലിതങ്ങളുണ്ട്. അത്തരത്തിൽ സഞ്ചരിച്ച ഒരു മനുഷ്യനുമായിട്ട് ഇത്തരത്തിൽ പോയ വളരെ ജെന്റിൽമാനായിട്ടുള്ള ഒരു മനുഷ്യൻ ജോണിനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബൈക്കിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രസകരമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കും. ജോൺ അബ്രഹാമിനെ പറ്റി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹമുണ്ടോ? ജോണിനെ പറ്റി ഞാൻ വളരെ കാര്യമായിട്ട് എഴുതിയിട്ടില്ല. 1-2 കുറിപ്പുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ജോണിനെ പറ്റി ഒരു പുസ്തകം എഴുതണമെന്നുള്ള കലശലായിട്ടുള്ള ആഗ്രഹവും എനിക്കുണ്ട്. കാരണം ജോണിനെ ഇതുവരെ ആഘോഷിച്ച രീതിയിലല്ലാതെ ജോണിൻ്റെ ഈ അരാജകത്വം അതുമൊക്കെ പലതരത്തിലും ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ജോണിൻ്റെ സംഭാവനകളെ പറ്റിയിട്ട് എഴുതണമെന്നും കേട്ടറിഞ്ഞിട്ടുള്ള കഥകളൊക്കെ വെച്ചിട്ട് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ജോണിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതണമെന്നും വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോൾ അമ്മ അറിയാൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം, അത് കലാപരമായിട്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അത് കേരളത്തിലെ സിനിമാ ചരിത്രത്തിൽ, ഇന്ത്യയിലെ തന്നെ സിനിമാ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമാ സംരംഭമായിരുന്നു. തെരുവിൽ നിന്നും തെണ്ടിപ്പിരിച്ചെടുത്ത പൈസ കൊണ്ട് ഒരു പടം ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ഭുതം കാണിച്ചു തന്ന ആളാണ് ജോൺ അബ്രഹാം. അപ്പോൾ അത്തരത്തിലുള്ള ആംഗിളിൽ സിനിമയെ പറ്റിയിട്ടുള്ള, നമ്മൾ ഈ ഗ്ലാമറിൻ്റെ ലോകത്ത് അല്ലെങ്കിൽ പെരിഫറലായിട്ടുള്ള വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്ന ആ സിനിമാറ്റിക് മണ്ഡലത്തിൽ നിന്നും വേറിട്ടിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം സിനിമയെ സമീപിച്ചു. മറ്റൊരു കോണിൽ നിന്നുണ്ട്. അല്ലാതെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് ആത്മാർത്ഥതയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും സിനിമ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. പക്ഷേ ജോണിൻ്റെ ആംഗിൾ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അമ്മയറിയാൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം ഉണ്ടായി വന്ന വഴികളെക്കുറിച്ച് ഒക്കെ സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് സമീപ ഭാവിയിൽ തന്നെ ജോണിനെ കുറിച്ചിട്ട് ഒരു പുസ്തകം എഴുതണമെന്ന് കലശലായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഈ പുസ്തകത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഇങ്ങനെയാണോ നിങ്ങളുടെ യാത്ര? അങ്ങനെ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളുടെ ഒരു പുസ്തകമുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്, നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു മനുഷ്യനുമാണ്. ഞാൻ ഈ മനുഷ്യനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഒരു സിനിമയിലാണ്. ദേവാസുരം സിനിമയുടെ ആദ്യത്തെ സീൻ ഓർക്കുന്നുണ്ടോ? ശങ്കരാടി ഒരു പറ്റം മേള കലാകാരന്മാരുമായിട്ട് വള്ളത്തിൽ കരയിലേക്ക് ഇങ്ങനെ അടുക്കുമ്പോഴത്തേക്ക് കരയിലൊരു ജീപ്പ് കിടപ്പുണ്ട്. ആ ജീപ്പിൽ ചാരി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് തുണിക്കാരൻ ശങ്കരാടിക്ക്.
അത് ഇങ്ങനെയാണ് പറയുന്നത്. വലത്തു നിന്ന് ആദ്യം ഭരതൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ദൻ, ജീപ്പിൻ്റെ മോളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടടുത്ത് ചാരി നിൽക്കുന്നത് ഹൈദ്രോസ്. 4 കുപ്പിക്കണ്ടങ്ങളാണ് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ പട്ടാളം. അപ്പോൾ ഈ പട്ടാളത്തിൽ പെടുന്ന ജീപ്പിൻ്റെ മോളിൽ കയറിയിരിക്കുന്ന കുറുപ്പിനെ ഞാൻ അന്നാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇതിന് ശേഷം ഞാൻ 95 കിലോമീറ്റർ ഇറങ്ങുന്ന സ്ഫടികത്തിനകത്തും ഇദ്ദേഹത്തെ കാണുന്നുണ്ട്. മേരിദാസൻ ലോറിയിൽ പാഞ്ഞു വന്നിട്ട് തോമാച്ചായൻ ചാടി ഇറങ്ങി ചങ്ങനാശ്ശേരി ചന്തയിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ഇടയിലൂടെ പാഞ്ഞു ചെന്ന് ഒരു വലിയ തടിയനെ ഒരു ഉന്തുവണ്ടിയിലേക്ക് മറിച്ചിട്ട ശേഷം ഒരു മേശപ്പുറത്തേക്ക് ചാടി കയറി ഒരു മനുഷ്യൻ്റെ കൊരവള്ളിക്ക് ചവിട്ടി പിടിച്ചിട്ട് കൊച്ചിയിൽ നിന്ന് ഈ ആളെ വിട്ട് അടുപ്പിക്കോടാ പൂക്കോയ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഈ പൂക്കോയയും നമ്മൾ ശ്രദ്ധിക്കുന്നു. അന്ന് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ സെറ്റിൽ കൂട്ടുകാരനായിട്ട് നിന്ന ആള് ഇപ്പോൾ പൂക്കോയ എന്ന് പറയുന്ന വില്ലനായിട്ടാണ് നിൽക്കുന്നത്. അന്ന് ഞങ്ങൾ കൂട്ടുകാർക്കിടയിൽ ഒരു ഫ്രേസ് തന്നെ ഉണ്ടായിരുന്നു, അനക്കിരിക്കട്ടെ പൂക്കോയയുടെ ഒരു കുതിരപ്പവൻ എന്ന്. അപ്പോൾ ഈ മനുഷ്യനെ ഞാൻ പണ്ടേ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഈ മനുഷ്യനാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞത്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളിലെ കൊടൂരനായിട്ടുള്ള ആ വില്ലനും ഈ മനുഷ്യൻ തന്നെയായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാകും. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പുസ്തകം പുറത്തു വന്നിട്ടുണ്ട്, രസകരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. വേറിട്ട ശ്രീരാമൻ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തി തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു സിനിമാ നടൻ എന്നതിലുപരി സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ശ്രീരാമൻ എന്ന വ്യക്തി താങ്കളെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഈ വേറിട്ട കാഴ്ചകൾ എന്ന് പറയുന്ന TV പരിപാടി നടത്തുന്ന അത് പുസ്തകമാക്കിയ VK ശ്രീരാമനെയാണ് എനിക്ക് ഏറ്റവും പ്രിയം. ശ്രീരാമേട്ടനും ഞാനും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള അധികം അങ്ങനെ ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരിക്കൽ മമ്മൂട്ടി കാഴ്ചയും വായനയും എന്ന് പറഞ്ഞ് ഞാനൊരു പുസ്തകം എഡിറ്റ് ചെയ്തിരുന്നു. എൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. അത് ഏറ്റുവാങ്ങിയത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൽ നിന്നും ഏറ്റുവാങ്ങിയത് ശ്രീരാമേട്ടനായിരുന്നു. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിനുശേഷം ഈ പുസ്തകത്തിൻ്റെ വായനയിലൂടെ, വേറിട്ട കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വായനയിലൂടെ അദ്ദേഹത്തോട് വല്ലാത്തൊരു ആരാധന എനിക്ക് തോന്നിയിരുന്നു. കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ജീവിതങ്ങളെ അദ്ദേഹം ഒപ്പിയെടുത്തിരിക്കുന്ന രീതി. ഏറ്റവും മികച്ച ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചിരുന്ന മഹാരാജ് കോളേജ് ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് LIC ബിൽഡിങ്ങിൻ്റെ താഴെ ചെരുപ്പുകൾ നന്നാക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ശശിധരൻ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നും ആ റോഡിൽ കൂടെ നടക്കുന്നതാണ്, MG റോഡിൽ കൂടെ ഞാൻ നടക്കുന്നതാണ്, ഇങ്ങനെ കാണുന്നുമുണ്ട്. പക്ഷേ ശശിധരൻ ഒരു പെക്യൂലിയർ മനുഷ്യനാണെന്നോ അദ്ദേഹത്തിന് ഭയങ്കര രസമുള്ള ചില വർത്തമാനങ്ങളൊക്കെ പറയുന്ന മനുഷ്യനാണെന്നോ എനിക്കറിയില്ലായിരുന്നു. ആ സ്ഥലത്ത് വന്നിട്ട് ശ്രീരാമേട്ടൻ അദ്ദേഹത്തെ ഒപ്പിയെടുക്കുന്നുണ്ട്. ആ പരിപാടിയിൽ ഈ ശശിധരൻ പറയുന്നത് വളരെ രസകരങ്ങളായിട്ടുള്ള ചില സംഗതികളുണ്ട്. പുള്ളി മുടിയും താടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഈ മുടി എന്ന് പറയുന്നത് അറിവിൻ്റെ ആൻറ്റിന എന്നാണ്. മൊത്തം അറിവുകളും പുള്ളി പിടിച്ചെടുക്കുന്നത് ഈ ആൻറ്റിനയിൽ കൂടിയാണെന്നാണ് പറയുന്നത്. ലോകത്തിലെ വലിയ മനുഷ്യർക്കെല്ലാം തന്നെ താടിയും മുടിയുമുണ്ട്, അതുകൊണ്ടാണ് അവർ മഹാന്മാരാകുന്നത് എന്നാണ് ശശിധരൻ്റെ ഒരു പക്ഷം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു, കാറൽ മാക്സ്, ഇവർക്കെല്ലാം കനത്ത താടിയും മുടിയുമുണ്ട് എന്നാണ് പറയുന്നത്. ബുദ്ധന് നീണ്ട മുടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം മഹാനായത്. പക്ഷേ ശശിധരൻ്റെ ഒരു വലിയ കണ്ടെത്തലുണ്ട്. ബുദ്ധിസം ക്ഷയിച്ചു പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബുദ്ധൻ മുടി വളർത്തി, ബുദ്ധൻ്റെ ശിഷ്യന്മാരെല്ലാം മുടി മൊട്ടയടിച്ചു, അതുകൊണ്ടാണ് ബുദ്ധിസം ഗ്ലാനിയിലേക്ക് പോയത് എന്നുള്ളതാണ് ശശിധരൻ്റെ ഒരു കണ്ടെത്തൽ. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രത്യേകതകളുള്ള ഒരുപാട് മനുഷ്യരെ, എല്ലാ മനുഷ്യരുമായിട്ട് സംസാരിക്കാത്ത ചില മനുഷ്യരുണ്ട്. ചിലർ വളരെ ഇൻട്രോവർട്ടുകളായിട്ടുള്ള അന്തർമുഖത്വമുള്ള മനുഷ്യരെ അദ്ദേഹം അഭിമുഖം ചെയ്യുന്നുണ്ട്. വളരെ എക്സ്ട്രോവർട്ടുകളായിട്ടുള്ള മനുഷ്യരെ അദ്ദേഹം വളരെ കൂളായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ പല തരത്തിൽപ്പെട്ട വിചിത്ര സ്വഭാവങ്ങളുള്ള, നമ്മളുമൊക്കെയായിട്ട് എപ്പോഴും ചേർന്ന് പോകാനായിട്ട് സാധ്യതയില്ലാത്ത പ്രത്യേകതകളുള്ള ഒരുപാട് മനുഷ്യരെ അദ്ദേഹം ട്രീറ്റ് ചെയ്ത രീതി, അവരുടെ ജീവിതം ഒപ്പിയെടുത്ത രീതി, അതുതന്നെയാണ് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ പ്രിയം. ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം വർദ്ധിച്ചത്. പിന്നീട് അദ്ദേഹത്തെ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ഫേസ്ബുക്കിലും മറ്റും ദിവസവും ഇടുന്ന കുറിപ്പുകളുണ്ട്. എത്ര രസമാണ്! അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മാൾട്ടി എന്ന് പറയുന്ന നായയെ പോലും നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ എഴുത്തുകളിലൂടെയാണ് സത്യത്തിൽ ശ്രീരാമേട്ടനെ മനസ്സിലേക്ക് ഞാൻ സ്വീകരിച്ചത്. ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെയും രസമുള്ള ഒരു സെഷന് കട്ടനിടാനുള്ള സമയമാവുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് വേറിട്ട ശ്രീരാമനെ കുറിച്ച് സംസാരിച്ചത് എന്നുള്ള ഒരു ചോദ്യമുണ്ടാകാം. അതിന് 2 ഉത്തരങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 3 പുസ്തകങ്ങൾ, 3 മനുഷ്യരെ കുറിച്ചിട്ടുള്ള
പുസ്തകങ്ങൾ, അത് ആ 3 മനുഷ്യരും എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരാണ്. നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും ജോൺ അബ്രഹാം ആയാലും TR എന്ന് പറയുന്ന മഹാരാജാസിലെ പഴയ അധ്യാപകനായാലും ശ്രീരാമേട്ടനായാലും ഈ 3 പേരെ പറ്റിയുമുള്ള പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തത് KN ഷാജി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. എന്നെങ്കിലും നേരിട്ട് കണ്ടാൽ ആ മനുഷ്യന് കൊടുക്കാനായിട്ട് ഞാൻ ഒരു ഉമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവ്, ബഹുമാനം അർപ്പിക്കാനായി എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ശ്രീരാമേട്ടൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇതര വാഴ്വുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. മറ്റു മനുഷ്യരെ പലപ്പോഴും നമ്മൾ പുച്ഛിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്, അപഹസിക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കാത്ത മനുഷ്യരെയൊക്കെ തന്നെ ആക്രമിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസിയുള്ള ഒരു കാലം കൂടിയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് മനുഷ്യരെ കൊണ്ട് മാത്രം ജീവിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ വീട്ടുകാരെക്കാളും ബന്ധുക്കളെക്കാളും ഒക്കെ താഴെ വീണപ്പോൾ, മാനസികമായിട്ട് താഴെ വീണപ്പോൾ എന്നെ പൊക്കിയെടുത്തത് എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യരാണ്. എന്നെ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരുപാട് മനുഷ്യരാണ്. ഒരുപാട് മനുഷ്യർ എന്നെ കൈവെള്ളയിൽ കൊണ്ട് നടന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എന്നെ കാണുന്നത് തന്നെ. അങ്ങനെ വേച്ച് വീണപ്പോഴെല്ലാം, ഇടറി വീണപ്പോഴെല്ലാം, പതറി വീണപ്പോഴെല്ലാം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച ഒരുപാട് മനുഷ്യർ. അവരൊന്നും തന്നെ എൻ്റെ രാഷ്ട്രീയം പുലർത്തുന്നവരോ, എൻ്റെ അഭിപ്രായം പുലർത്തുന്നവരോ, എൻ്റെ ജാതിയിൽപ്പെട്ടവരോ, എൻ്റെ മതത്തിൽപ്പെട്ടവരോ, എൻ്റെ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരോ ഒന്നുമായിരുന്നില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത രീതികളുള്ള, ഞാനുമായി പോളാർ ഡിഫറൻസ് ഉള്ള ഒരുപാട് മനുഷ്യരുടെ കനിവിലും കരുണയിലുമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരെ, ഇതര വാഴ്വുകളെ ബഹുമാനിച്ച ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കുറിച്ചിട്ട് ഒരുപാട് മനുഷ്യർ, മമ്മൂട്ടിയും മോഹൻലാലും KGSഉം നമ്പൂതിരിയും അടക്കമുള്ള ഒരുപാട് മനുഷ്യരോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. CV ശ്രീരാമൻ്റെ ബന്ധുവാണ്. അങ്ങനെ കലാപകാരികളായിട്ടുള്ള ഒരുപാട് ചലച്ചിത്രകാരന്മാരുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ അനുസ്മരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരുപാട് എഴുത്തുകാർ, ഒരുപാട് കലാകാരന്മാർ, ഒരുപാട് ചലച്ചിത്രകാരന്മാർ ഒക്കെ തന്നെ ശ്രീരാമേട്ടനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതര വാഴ്വുകളെ ബഹുമാനിച്ച ഒരു മനുഷ്യനെക്കുറിച്ചിട്ടുള്ള പുസ്തകം പരിചയപ്പെടുത്താനായി എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. മനുഷ്യർ എപ്പോഴും മനുഷ്യരെ താങ്ങി നിർത്തുന്ന ഒരു കാലം വരട്ടെ. മനുഷ്യരെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു കാലം വരണമെന്ന് പോൾ എൽവാദ് സ്വപ്നം കണ്ടതുപോലെ ആ സ്വപ്നാഭമായിട്ടുള്ള ഒരു കാലം നമ്മുടെ മുമ്പിൽ തെളിയണം എന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടി ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളുടെ വിശേഷങ്ങളുമായി നമ്മൾ ഇനിയും കണ്ടുമുട്ടുകയും കേട്ടുമുട്ടുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളോട് തൽക്കാലം വിട പറയുന്നത് നിങ്ങളുടെ സ്വന്തം പുസ്തകോ വിസ്കി വിപിൻ ചന്ദ്രൻ.